വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് ആയിരുന്നന്ത. ഇതെൻ്റെ ഒരു കംപ്ലീറ്റ് ഡേ ആണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു തിരക്ക് പിടിച്ച ദിവസം. പേരാമ്പ്ര മൊത്തം അലഞ്ഞു തിരിഞ്ഞു നടന്നൊരു ദിവസമായിരുന്നേ. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഉണ്ട്, എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഹലോ ഗൈസ്, പേരാമ്പ്ര വരെ പോയിട്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ കുറച്ചധികം നടക്കാറുണ്ട്. കുറേ നടക്കാത്ത അതിൻ്റെ കഥപ്പൊക്കെയായിരുന്നു. പക്ഷെ രസമാണ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്. എന്താണെന്നറിയില്ല, നല്ല വെയിലുണ്ട്. സാധാരണ കഥയ്ക്കുന്നുണ്ട്, ചെറിയൊരു കാറ്റും കയറിയിട്ട്. സാധാരണ മഴയൊക്കെ ആകുമ്പോൾ സാധാരണ ദിവസങ്ങളിലൊക്കെ മഴയാണ്, പക്ഷെ ഇന്ന് കുറച്ച് വെയിലുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? എൻ്റെ അല്ല, ചേച്ചീൻ്റെത്. എൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവരാറില്ല, മൊത്തം ചേച്ചീൻ്റെതായിരിക്കും. ഓക്കെ, ഞാൻ എൻ്റെ കഥപ്പ് മാറിയിട്ട് വരാം. എൻ്റെ വീട് വരുന്നത് പേരാമ്പ്ര കണ്ണിപ്പൊയിലാണ്. പേരാമ്പ്രന്ന് കുറച്ചും കൂടെ ഉള്ളിലോട്ടൊക്കെ ആയിട്ട്. നമുക്ക് ഇവിടുന്ന് പേരാമ്പ്രക്കൊക്കെ പോകണമെങ്കിൽ ആകെയുള്ളൊരു മാർഗ്ഗം എന്ന് പറയുകയാണെങ്കിൽ ജനകീയ ജീപ്പ് സർവീസാണ്, അല്ലെങ്കിൽ സ്വന്തം വണ്ടി. പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആകെ 2 ജീപ്പേ ഉള്ളൂ. ഇടയ്ക്കാണെങ്കിൽ നമുക്കത് കിട്ടുകയില്ല. അങ്ങനെ സ്കൂളിലൊക്കെ ടൈമിന് എത്താനും അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം സമയം കാത്തുനിന്ന് ജീപ്പ് വന്നു കേട്ടോ. ജീപ്പ് കയറിയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എനിക്ക് എന്തോ കുറവ് പോലെയാണ്. ചിലപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ അവിടുന്ന് നേരെ കുറ്റ്യാടി ബസ് കയറി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. വീട് വരുന്ന കൂത്താളിയാണ്. കഷ്ടിച്ചു കുറച്ചേ ഉള്ളൂ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ദൂരെ കല്യാണം കഴിച്ചു പോകണം, കോഴിക്കോട് ജില്ല വിട്ട് പോകണം എന്നൊക്കെ, കാരണം പുതിയ സ്ഥലമെല്ലാം കാണാൻ പറ്റുമല്ലോ. പക്ഷെ ഇപ്പം എന്നെ കല്യാണം കഴിച്ച തൊട്ടപ്പുറത്തെ പഞ്ചായത്തിലേക്കാണ്. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കും കേട്ടോ, ഇത് ഭയങ്കര സുഖമാണ്, കാരണം തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് പോയി വരാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കൂത്തളി സ്കൂളിൻ്റെ ബാക്കിലായിട്ട് തന്നെയാണ് വീട് വരുന്നത്. ശരിക്കും അവരറിയില്ല ഞാൻ അവിടെ എത്തുന്നത്, കാരണം ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വന്നായിരുന്നു. എനിക്ക് കുറച്ച് സാധനം എടുക്കാണ്ടായിട്ടായിരുന്നു ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് റംബൂട്ടാനൊക്കെ കിട്ടി കേട്ടോ. ഞാൻ കുറച്ച് സമയം അവിടെ നിന്നു, കാരണം എനിക്കൊരു കൊറിയർ വരാനുണ്ടായിരുന്നു. കൊറിയറുകാരനെയും കാത്തേയും കുറേ നിന്നു കേട്ടോ, പക്ഷെ അവൻ വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പേരാമ്പ്രയ്ക്ക് പോകാമെന്ന് വെച്ചു, കാരണം എനിക്ക് പേരാമ്പ്ര പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനും വിശദീശയും കൂടിയാണ് പേരാമ്പ്രയ്ക്ക് പോയത്, കാരണം എനിക്കിന്ന് കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. മെറ്റീരിയൽ എടുക്കണമെങ്കിൽ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ പോവുക പേരാമ്പ്ര പരാഗിലേക്കാണ്. പക്ഷേ ഇന്ന് എനിക്ക് പതിവ് പോലെ ഞാൻ വിചാരിച്ച കളർ അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു പാൻറ്റും ഷോളും ഉണ്ടായിരുന്നു. അതിന് മാച്ച് ആയിട്ടുള്ള ഒരു കളറായിരുന്നു എനിക്ക് വേണ്ടത്. അത് കുറച്ചൊരു റെയർ കളറായതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ബ്ലാക്ക് മെറ്റീരിയലൊക്കെ എടുത്തു, കാരണം എനിക്ക് കുറച്ചധികം സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ മെറ്റീരിയലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത കളർ ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെയുള്ള ഡിസ്കഷൻ ആയിരുന്നു, കാരണം അതും കൂടെ എനിക്ക് വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് പോകാണ്ട് നോക്കുമ്പോഴാണ് എനിക്ക് ആദ്യം എടുത്ത ബ്ലാക്കിന് കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലേസൊക്കെ വാങ്ങി അടുത്ത കടയിലേക്ക് പോയിട്ട് അശ്വതിച്ച് പറയായിരുന്നു കുറേ കാലമായി പേരാമ്പ്രയ്ക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് എൻ്റെ ഫേസിൽ ഇപ്പോൾ ഉള്ളത് എന്ന്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗ്രാൻഡോസിലേക്കാണ്. നമുക്ക് ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ ഗ്രാൻഡോസിൽ കയറണമല്ലോ. അങ്ങനെ റണ്ണിങ് മെറ്റീരിയൽ സെക്ഷനിൽ പോയിട്ട് അവിടെ ചെന്നാൽ ധനീഷിനെയും കൂടെ കണ്ടില്ലെങ്കിൽ ഒരു ഇതില്ല. പക്ഷെ അവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ച മെറ്റീരിയൽ. പിന്നെ ഞങ്ങൾ ATM പോയി പൈസയൊക്കെ എടുത്തു. പേരാമ്പ്ര വന്നാൽ പിന്നെ അറിയാമല്ലോ, നമുക്ക് ശ്രീലക്ഷ്മിയിൽ കയറിയില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അങ്ങനെ നേരെ ശ്രീലക്ഷ്മിയിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഞങ്ങളൊരു കട്ട്ലേറ്റും ടെൻഡർ കോക്കനട്ട് ഷേക്കും ആയിരുന്നേ പറഞ്ഞത്. പക്ഷേ ഷേക്കിന് എന്താ, എനിക്ക് ടെൻഡർ കോക്കനട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വേറെ എന്തോ കഴിക്കും പോലെയായിരുന്നു. ഒരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവേഴ്സ് മാത്രമായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒന്നാമത് ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ ഇല്ലല്ലോ. ഇതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ച് പിന്നെ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ മറ്റേ സിനിമയിൽ ബിന്ദു പണിക്കർ പോലെ മേലോട്ട് വലിക്കുന്നതായിരുന്നു. പക്ഷെ എന്നിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് പേരാമ്പ്രയിലെ കരാമയിലേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു അവിടെ പോകുന്നത്. പക്ഷേ എനിക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നു, എനിക്ക് വിചാരിച്ച കളർ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷെ അവിടെ എത്തിയപ്പം എനിക്ക് കിട്ടിയിട്ടു, ഞാൻ വിചാരിച്ച സെയിം കളർ എനിക്ക് അവിടെ നിന്ന് കിട്ടി. അവിടെ അത്യാവശ്യം നല്ല മെറ്റീരിയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് ശരിക്കും ഡ്രസ്സ് എടുക്കാൻ വന്നത്, പക്ഷേ ഇതിപ്പോൾ എന്നെക്കാളും കൂടുതലെടുത്ത് അശ്വതിച്ചാന്ന് തന്നെ പറയാം. കാരണം ഓരോന്ന് അതെടുക്കുക ഇതെടുക്കുകയെന്നും പറഞ്ഞ് ഒരുമാതിരി പ്രാന്ത് പിടിച്ച പോലെയായിരുന്നു അശ്വതിച്ച്. നമ്മൾ പറയില്ല ആന കരിമ്പും കാട്ടി കയറിയ പോലെ, ഒരു നാഗവല്ലിയെ പോലെ അവിടെ മൊത്തം ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ നല്ല മെറ്റീരിയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം നോക്കാൻ പോയില്ല, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ആക്രാന്തമുള്ള സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പം പറയും കേട്ടോ, ഡ്രസ്സ്. എനിക്ക് എത്ര എടുത്താലും മതിയാവാത്തൊരു കാര്യമാണ് ഡ്രസ്സ്. എനിക്കിങ്ങനെ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ ഓരോ പുതിയ പുതിയ ഡ്രസ്സൊക്കെ ഇടുന്ന പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ അധികം ശ്രദ്ധിക്കാൻ പോയില്ല. അവിടെ നിന്ന് പാക്കൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് കൂപ്പണും കിട്ടിയിട്ട് ഇനി അഥവാ ലോട്ടറി അടിച്ചാലോ തോന്നുന്നു എൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട്. ഞാനാ ഡ്രസ്സ് എടുക്കാൻ വന്നു, പക്ഷെ ഏറ്റവും കൂടുതൽ പൈസ ഓട്ടി. ശരിക്കും ഞങ്ങൾ അരി വാങ്ങാൻ പറഞ്ഞ, പക്ഷെ അരി ഒഴികെ ബാക്കി എല്ലാം വാങ്ങി ചെല്ലുമ്പോൾ മേടിക്കും.
ശരിക്കും അമ്മ ഞങ്ങളെ രാവിലെ പറഞ്ഞു വിട്ടത് അരിയും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളാണെങ്കിൽ അതൊഴികെ ബാക്കി എല്ലാം ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും രാവിലെ ഇറങ്ങി ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞിട്ടും ഞങ്ങളെ പർച്ചേസിങ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ ഓരോന്ന് വാങ്ങി ഇറങ്ങാണ്. ഇനി അരിയും പച്ചക്കറിയും വാങ്ങിയില്ല അമ്മ വീട്ടിൽ കയറ്റില്ല. അങ്ങനെ അതും വാങ്ങി. പിന്നെ ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റടിക്കാൻ തുടങ്ങി. നല്ല കിട്ടിലം കാറ്റായിരുന്നു. രാവിലെ പോകുമ്പോൾ നല്ല വെയിലാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സമയം കാറ്റുള്ളതുകൊണ്ട് അവിടെ കാത്തു നിന്നു. ഈ കാറ്റൊന്ന് കുറഞ്ഞിട്ട് പോകാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നല്ല മഴയും പെയ്തു. മഴ ചോരുന്നവരെ കാത്തുനിന്നാൽ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് കാറ്റ് കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മീൻ വാങ്ങിക്കാൻ വേണ്ടി നടന്നു കേട്ടോ. ഞാൻ പോയത് പേരാമ്പ്ര ബൈപ്പാസിൻ്റെ അടുത്തേക്കുള്ളതാണ്. അവിടെ അത്യാവശ്യം നല്ല മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് മീനൊക്കെ വാങ്ങി. പിന്നെ ചിക്കനും കൂടെ വാങ്ങിക്കാമല്ലോ എന്ന് ചോദിച്ചു. ചിക്കനും കൂടെ വാങ്ങിച്ചു. ഇനി നേരെ ജീപ്പിൽ കയറി വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോഴും മഴയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ജീപ്പ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് എൻ്റെ വീട്ടിലേക്ക്. ഞങ്ങളാണെങ്കിൽ ഈ സാധനമൊക്കെ തൂക്കി കൊടയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ മഴയൊക്കെ കൊണ്ട് നേരെ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ കൂത്താളിൽ നിന്ന് കൊണ്ടുവന്ന റംബൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റംബൂട്ടാൻ കഴിക്കാൻ കേട്ടോ. എന്നെ കാണുമ്പോൾ എല്ലാ റോഡും ക്യാമറ ഉള്ളതുകൊണ്ട്. അങ്ങനെ രാവിലത്തെ തണ്ടിത്തീളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. മൊത്തം നല്ല കിടിലം മഴയും കൊണ്ടിട്ടാണ് വന്നത്. മൊത്തം നനഞ്ഞിട്ടുണ്ട്. ഫുള്ള് നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇനി പോയി കുളിക്കട്ടെ. ഓക്കെ. അങ്ങനെ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ചോറ് കഴിക്കണം. അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ